ഹായ് വെൽക്കം ടു ഫ്ലാഷ് ക്ലാസ്. BA ഇംഗ്ലീഷ് ഫിലിം സ്റ്റഡീസിലെ 8.5 എന്ന ചാപ്റ്ററാണ് നമ്മൾ നോക്കുന്നത്. ഇറ്റാലിയൻ ഫിലിം ഡയറക്ടർ ഫെദറിക്കോ ഫെല്ലിനിയുടെ മാസ്റ്റർ പീസ് എന്നറിയപ്പെടുന്ന സിനിമയാണ്. നമ്മളിവിടെ ആ സിനിമയുടെ പോയിന്റ് വൈസ് ആയിട്ടൊരു സമ്മറിയും അതിലെ ഇമ്പോർട്ടൻ്റ് തീംസിൻ്റെയും സർറിയലിസത്തിൻ്റെയും ഒരു നോട്ട്സാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആദ്യം നമുക്കിതിൻ്റെ സമ്മറി നോക്കാം. The film opens with a surreal dream sequence where the protagonist Guido finds himself trapped. ഈ സിനിമയിൽ ഒരു ഡ്രീം സീക്വൻസ് ആണ് നമ്മൾ തുടക്കത്തിൽ കാണുന്നത്. നമ്മുടെ ഗൈഡോ എന്ന് പറയുന്ന പ്രൊട്ടഗോണിസ്റ്റ് ഒരു കാറിനകത്ത് അകപ്പെട്ടിരിക്കുന്നതും പിന്നീട് അതിൽ നിന്ന് രക്ഷപ്പെട്ട് അയാൾ പോകുന്ന സമയത്ത് അയാളെ ഇങ്ങനെ പറന്നു പോകുന്ന രീതിയിലാണ് നമ്മൾ കാണുന്നത്. എന്നിട്ട് അവിടെ നിന്ന് അയാളുടെ കാലിൽ കയറിട്ട് കെട്ടി വലിച്ചിട്ട് ഒരു ബീച്ചിനകത്ത് അയാൾ വീഴുന്നതൊക്കെ ആയിട്ടുള്ള ഒരു സർറിയൽ ഒരു ഡ്രീം സീക്വൻസ് ആണ് നമ്മൾ ഈ സിനിമയുടെ തുടക്കത്തിൽ കാണുന്നത്. സർറിയൽ ഡ്രീംസ് ആൻഡ് ഫ്ലാഷ് ബാക്സ് ടു ചൈൽഡ്ഹുഡ് മെമ്മറീസ് സർഫേസ് ത്രൂ ഔട്ട് ദ ഫിലിം. ഈ രീതിയിലുള്ള സ്വപ്നങ്ങളും അതുപോലെ തന്നെ അയാളുടെ കുട്ടിക്കാലത്തിലേക്കുള്ള ഫ്ലാഷ് ബാക്കുകളും സിനിമയിൽ ഉടനീളം നമ്മൾ കാണുന്നുണ്ട്. ഗൈഡോ, എ ഫിലിം മേക്കർ, സീക്സ് റിജുവിനേഷൻ അറ്റ് എ സ്പാ വൈൽ ബാറ്റ്ലിംഗ് ക്രിയേറ്റീവ് ബ്ലോക്ക് ഫോർ ഹിസ് ന്യൂ ഫിലിം. ഇനി സിനിമയുടെ പ്ലോട്ടിലേക്കും സ്റ്റോറിയിലേക്കും വന്നു കഴിഞ്ഞാൽ ഈ ഗൈഡോ എന്ന് പറയുന്ന വ്യക്തി ഒരു ഫിലിം മേക്കറാണ്, ഒരു ഫേമസ് ഡയറക്ടറാണ്. അദ്ദേഹത്തിൻ്റെ പുതിയ സിനിമയിൽ അദ്ദേഹത്തിൻ്റെ ബ്ലോക്ക് വന്നിരിക്കുകയാണ്. ഒരു റൈറ്റേഴ്സ് ബ്ലോക്ക് എന്നൊക്കെ പറയുന്ന പോലെ ഒരു ക്രിയേറ്റീവ് ബ്ലോക്ക് അദ്ദേഹത്തിന് വന്നിരിക്കുകയാണ്. അപ്പോൾ ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഒരു സ്പായിലാണ് ഉള്ളത്. ഹീസ് സ്ക്രിപ്റ്റ് ലാക്സ് എ സെൻട്രൽ തീം ആൻഡ് ഈസ് ക്രിറ്റിസൈസ്ഡ് ഫോർ ഇറ്റ്സ് ലാക്ക് ഓഫ് ഫോക്കസ്. അപ്പോൾ അയാളുടെ സിനിമയെ കുറിച്ചിട്ട് അയാൾക്ക് ഇതൊരു രൂപമായിട്ടില്ല, അതിൻ്റെ സ്ക്രിപ്റ്റിന് ഒരു തീമായിട്ടില്ല, സിനിമയെ കുറിച്ചിട്ട് വ്യക്തമായിട്ടുള്ള ചിത്രമില്ല. അപ്പോൾ അയാളുടെ കൂടെ അയാളുടെ ഒരു ക്രിറ്റിസൈസർ ഉണ്ട്, ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ ഉണ്ട്. അദ്ദേഹം ഇതിനെങ്ങനെ വിമർശിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പ്രൊഡ്യൂസർ തുടങ്ങിയിട്ടുള്ള മറ്റാളുകളും ഈ സിനിമയ്ക്ക് ഇതൊരു രൂപമാവാത്തതിനെ കുറിച്ചിട്ടുള്ള വിമർശനങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്. ഗൈഡോ സ്ട്രഗിൾസ് വിത്ത് ഇൻഫിഡലിറ്റി ആൻഡ് എ സ്ട്രെയിൻഡ് റിലേഷൻഷിപ്പ് വിത്ത് ഹിസ് വൈഫ് ലൂയിസ. ഇനി അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ലൈഫിനെ സംബന്ധിച്ചിട്ടാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ വൈഫുമായിട്ട് അദ്ദേഹത്തിന് ഇഷ്യൂസ് ഉണ്ട്, ലൂയിസയുമായിട്ട്. കാരണം ഇദ്ദേഹത്തിന് ഇൻഫിഡലിറ്റി ഉണ്ട്, അതായത് എക്സ്ട്രാ മാരിറ്റൽ ആയിട്ടൊരു അഫെയർ ഉണ്ട് കാർല എന്ന് പറയുന്ന ഒരു സ്ത്രീയുമായിട്ട്. അപ്പോൾ ആ കാര്യം ഇയാളുടെ വൈഫിന് അറിയാം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇയാൾക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഇയാളുടെ ഫാമിലി പേഴ്സണൽ ലൈഫിനകത്ത് വരുന്നുണ്ട്. ഹി ഹാസ് എ റിക്കറിംഗ് വിഷൻ ഫീച്ചറിങ് എ വുമൺ ഇൻ വൈറ്റ് സിംബലൈസിങ് പ്യൂരിറ്റി ഓർ എ ക്രിയേറ്റീവ് മ്യൂസ്. പിന്നെ അദ്ദേഹത്തിന് മറ്റൊരു വിഷനാണുള്ളത്, ഒരു വൈറ്റ് കോസ്റ്റ്യൂമിനകത്തുള്ള ഒരു സ്ത്രീയെ ഇദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് സ്വപ്നം കാണുന്നുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു കൺസെപ്റ്റിനകത്ത് ഈ പ്യൂരിറ്റിയുടെയും അതുപോലെ തന്നെ ക്രിയേറ്റീവ് മ്യൂസിൻ്റെയും ഒരു സിമ്പിളായിട്ടാണ് ആ ഒരു വിഷനെ ഇദ്ദേഹം കാണുന്നത്. ആ ഒരു സ്ത്രീയെ ഈ സിനിമയ്ക്കകത്ത് ഉൾക്കൊള്ളിക്കാൻ കഴിയുമോ എന്നുള്ള രീതിയിലേക്ക് അദ്ദേഹം ചിന്തിക്കുന്നുണ്ട്. കാസ്റ്റിംഗ് ദ ഫിലിം പ്രൂവ്സ് ഡിഫിക്കൽട്ട് ഡ്യൂ ടു ഗൈഡോസ് അൺക്ലിയർ വിഷൻ ഫോർ ദ പ്രൊജക്ട്. ഇതിൽ കാസ്റ്റിംഗ് ഒന്നും അദ്ദേഹത്തിന് പൂർത്തീകരിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല. കാരണം സിനിമയെക്കുറിച്ചൊരു സ്ട്രക്ചർ ആയി കഴിഞ്ഞാലാണ് ഏതൊക്കെ റോളുകളാണ് ഏതൊക്കെ ആക്ടേഴ്സ് ചെയ്യേണ്ടതെന്നുള്ള അദ്ദേഹത്തിന് പറയാൻ കഴിയുള്ളൂ. ദ ഫിലിം ക്രൂ ബിക്കംസ് ഇൻക്രീസിംഗ്ലി ഫ്രസ്ട്രേറ്റഡ് വിത്ത് ഗൈഡോസ് ലാക്ക് ഓഫ് ഡയറക്ഷൻ. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ ഈ ഫിലിമിൻ്റെ ക്രൂവിന് കാര്യമായിട്ടുള്ള ഫ്രസ്ട്രേഷൻ ഉണ്ട്. ഇതിൽ ആക്ടേഴ്സ് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് എനിക്കുള്ള റോൾ ഏതാണ് എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇയാൾക്ക് കറക്റ്റായിട്ട് മറുപടി കൊടുക്കാൻ വേണ്ടി കഴിയുന്നില്ല. അതുപോലെ തന്നെ പ്രൊഡ്യൂസറും ഇതുപോലെ ചോദിക്കുന്നുണ്ട്, അപ്പോഴും ഇയാൾക്ക് മറുപടിയില്ല. അങ്ങനെ ഈ ഫിലിം ക്രൂ വളരെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടാണ് നമ്മൾ കാണുന്നത്. ദ ഫിലിംസ് നരേറ്റീവ് ബ്ലേഴ്സ് ലൈൻസ് ബിറ്റ്വീൻ ഡ്രീംസ്, മെമ്മറീസ് ആൻഡ് റിയാലിറ്റി. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ സിനിമയിൽ ഇദ്ദേഹത്തിൻ്റെ ഒരുപാട് വിഷൻസ്, അതുപോലെ തന്നെ ഈ ഡ്രീംസ്, ചൈൽഡ്ഹുഡ് മെമ്മറീസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ ഈ റിയാലിറ്റിയും ഡ്രീംസും കൂടി മിക്സ്ഡ് ആയിട്ടാണ് നമ്മുടെ സിനിമ മുന്നോട്ട് പോകുന്നത്. ഗൈഡോ കൺഫ്രണ്ട്സ് ഹിസ് മോർട്ടാലിറ്റി ത്രൂ ഡ്രീംസ് ആൻഡ് എൻകൗണ്ടേഴ്സ് വിത്ത് റിലീജിയസ് ഫിഗേഴ്സ്. പിന്നെ ഇദ്ദേഹത്തിൻ്റെ മറ്റൊരു ആങ്സൈറ്റി എന്ന് പറയുന്നത്, ഒന്ന് ഇദ്ദേഹത്തിൻ്റെ സിനിമ എന്ന് പറയുന്നത് വളരെ പെർഫെക്റ്റ് ആയിരിക്കണം എന്നുള്ളൊരു ചിന്ത, അതുകൊണ്ടാണ് ഇദ്ദേഹത്തിന് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കാത്തത്. രണ്ട്, ഇദ്ദേഹത്തിൻ്റെ മോർട്ടാലിറ്റിയാണ്. അതായത് ഇദ്ദേഹം ഒരു ദിവസം മരിച്ചു പോകും. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ആർട്ടിലൂടെ വേണം ഇയാൾക്ക് ജീവിക്കാൻ. അത് കാരണം കൊണ്ടുകൂടി എക്സ്ട്രാ പ്രഷർ, ആങ്സൈറ്റി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇയാൾ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ ഒരു കർദിനാൾ, ഒരു മതപുരോഹിതൻ്റെ അടുത്ത് പോയിട്ട് ഇദ്ദേഹം സംസാരിക്കുന്നതായിട്ടുള്ള രംഗങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ അതിൽ നിന്നൊന്നും അയാൾക്ക് കാര്യമായിട്ടുള്ള ആശ്വാസം ലഭിക്കുന്നില്ല. ദ ഫിലിം പ്രൊജക്ട് ഈസ് അൾട്ടിമേറ്റ്ലി അബാൻഡൻഡ് ബൈ ഗൈഡോ. അങ്ങനെ അവസാനം ഈ സമ്മർദ്ദം സഹിക്കാൻ കഴിയാതെ ഈ ഒരു പ്രസ് കോൺഫറൻസിനകത്ത്, പത്രസമ്മേളനത്തിനകത്ത് ഞാൻ ഈ സിനിമ ഉപേക്ഷിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അതിൽ നിന്ന് രക്ഷപ്പെടുന്നതാണ് നമ്മൾ കാണുന്നത്. ഹി സീക്സ് റീകൺസിലിയേഷൻ വിത്ത് ലൂയിസ ബൈ അക്നോളജിങ് ഹിസ് ഫ്ലോസ് ആൻഡ് സീക്കിംഗ് അക്സെപ്റ്റൻസ്. തുടർന്ന് അദ്ദേഹത്തിൻ്റെ വൈഫിൻ്റെ അടുത്ത് ചെന്നിട്ട് അദ്ദേഹത്തിൻ്റെ തെറ്റുകൾ തിരിച്ചറിയുകയും മനസ്സിലാക്കുകയും അദ്ദേഹത്തിനെ സ്വീകരിക്കാൻ വേണ്ടി പറയുകയും ചെയ്യുന്നുണ്ട്. ആ രീതിയിൽ ലൂയിസ അതിന് തയ്യാറാവുന്നു എന്നുള്ളത് നമ്മൾ കാണുന്നു.
The film concludes with a symbolic scene featuring a parade of characters from Guido's life. തുടർന്ന് ഈ സിനിമയുടെ ക്ലൈമാക്സിൽ വീണ്ടും നമ്മൾ സർറിയൽ ആയിട്ടുള്ള രംഗമാണ് കാണുന്നത്. ഗൈഡോയുടെ ജീവിതത്തിൽ ഇതുവരെ കടന്നുപോയിട്ടുള്ള എല്ലാ ആളുകളും ഒരു ബീച്ചിനകത്ത് ഇങ്ങനെ ഒരു പരേഡായിട്ട് കടന്നു പോകുന്ന ഒരു രംഗമാണ് നമുക്കിതിനകത്ത് കാണാൻ കഴിയുന്നത്. ഇനി ഇതിൽ നോട്ട്സാണ്. നമുക്കിതിൽ തീംസും ഒരു സർറിയലിസ്റ്റ് സിനിമ എന്നുള്ള രീതിയിൽ ഇതിൽ എങ്ങനെ നോക്കിക്കാണാം എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ആദ്യം നമുക്കിതിൽ തീംസ് നോക്കാം. ക്രിയേറ്റീവ് ബ്ലോക്ക് ആൻഡ് ദ സെർച്ച് ഫോർ ഇൻസ്പിരേഷൻ. The film explores the anxieties and struggles of a director facing creative block. ഇതിൽ പ്രധാനമായിട്ട് വരുന്ന തീം ക്രിയേറ്റീവ് ബ്ലോക്കാണ്. നമ്മൾ റൈറ്റേഴ്സ് ബ്ലോക്ക് എന്നൊക്കെ പറയുന്ന പോലെ ഒരു ഡയറക്ടർക്ക് അദ്ദേഹത്തിൻ്റെ ക്രിയേഷനിൽ ഉണ്ടാകുന്ന ഒരു ബ്ലോക്ക്, ഒരു ഇൻസ്പിറേഷൻ കണ്ടെത്താനുള്ള ശ്രമങ്ങളാണ് ഇതിൽ നമ്മൾ കാണുന്നത്. ഗൈഡോസ് ഡ്രീംസ് ആൻഡ് മെമ്മറീസ് ബിക്കം എ സോഴ്സ് ഓഫ് പൊട്ടൻഷ്യൽ ഇൻസ്പിറേഷൻ, ബ്ലറിംഗ് ദ ലൈൻസ് ബിറ്റ്വീൻ റിയാലിറ്റി ആൻഡ് ഫാൻറ്റസി. പിന്നീട് ഇദ്ദേഹത്തിൻ്റെ ഡ്രീംസിൽ നിന്നും അതുപോലെ തന്നെ ചൈൽഡ്ഹുഡ് മെമ്മറീസിൽ നിന്നുമാണ് ഇൻസ്പിറേഷൻ കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുന്നത്. ആ രീതിയിൽ റിയാലിറ്റിയും ഫാൻറ്റസിയും തമ്മിലുള്ള ബ്ലറിങ്ങും നമുക്ക് ഇതിനകത്ത് കാണാൻ കഴിയും. ദ ഡിഫിക്കൽറ്റി ഓഫ് ഫേസിങ് റിയാലിറ്റി. ഗൈഡോ അവോയ്ഡ്സ് കൺഫ്രണ്ടിങ് വേരിയസ് ആസ്പെക്ട്സ് ഓഫ് റിയാലിറ്റി ഇൻക്ലൂഡിങ് ഹിസ് ഫെയിലിംഗ് മാരേജ്, ഹിസ് മിസ്ട്രസ് ഇൽനെസ് ആൻഡ് ഹിസ് ഓൺ ആങ്സൈറ്റീസ് അബൌട്ട് ഡെത്ത്. മറ്റൊരു കാര്യം നമുക്ക് കാണാൻ കഴിയുന്നത് ഇദ്ദേഹം യാഥാർത്ഥ്യത്തെ നേരിടാൻ വിമുഖത കാണിക്കുന്നു എന്നുള്ളതാണ്. അതിൽ ഇദ്ദേഹത്തിൻ്റെ മാരേജ് ലൈഫിനകത്ത് വരുന്ന വൈഫുമായിട്ടുള്ള വിഷയങ്ങൾ, അദ്ദേഹത്തിൻ്റെ എക്സ്ട്രാ മാരിറ്റൽ അഫെയറിനകത്ത് വരുന്ന കാർല എന്ന് പറയുന്ന കഥാപാത്രത്തിന് അസുഖം വരുമ്പോൾ അത് ഇയാൾ അവോയ്ഡ് ചെയ്യുന്നത്, കൂടാതെ ഇദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങളിലൂടെയും ചിന്തകളിലൂടെയും കടന്നു വരുന്ന മരണത്തെക്കുറിച്ചിട്ടുള്ള ചിന്തകൾ, ഇത്തരം റിയാലിറ്റി ഫേസ് ചെയ്യാൻ ഇയാൾ വിമുഖത കാണിക്കുന്നു എന്നാണ് നമ്മൾ കാണുന്നത്. ആ രീതിയിൽ ഈ റിയാലിറ്റി ഫേസ് ചെയ്യുന്നതിലുള്ള ഒരു ഡിഫിക്കൽട്ടി നമുക്ക് തീമായിട്ട് കാണാൻ കഴിയും. ദ പവർ ഓഫ് ദ പാസ്റ്റ്. Dreams and flashbacks to childhood memories significantly influence Guido's present state of mind and creative process. മറ്റൊന്ന് ഈ പാസ്റ്റ് ആണ്, മെമ്മറിയുടെ പവറാണ്. ഇദ്ദേഹത്തിൻ്റെ ഈ ഡ്രീംസ് അതുപോലെ തന്നെ ചൈൽഡ്ഹുഡ് മെമ്മറീസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഇദ്ദേഹത്തിൻ്റെ ഈ പ്രസൻറ്റ് സ്റ്റേറ്റ് ഓഫ് മൈൻഡിനെ കൺട്രോൾ ചെയ്യുന്നതും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ക്രിയേറ്റീവ് പ്രോസസ്സിനെ കൺട്രോൾ ചെയ്യുന്നതും. ആ രീതിയിൽ മെമ്മറിയുടെ ഒരു പവർ എന്നുള്ള കാര്യം നമുക്കിതിനകത്ത് കാണാൻ കഴിയുന്നതാണ്. ദ ഫിലിം എക്സ്പ്ലോർസ് ദി ഇൻഫ്ലുവൻസ് ഓഫ് ദ പാസ്റ്റ് ഓൺ അവർ പ്രസന്റ് ലൈഫ്സ്. ആ രീതിയിൽ നമ്മുടെ പാസ്റ്റ് ലൈഫിൻ്റെ ഇൻഫ്ലുവൻസ് എങ്ങനെയാണ് പ്രസൻറ്റിൽ വരുന്നതെന്നുള്ള കാര്യം നമുക്ക് ഇതിനകത്ത് കാണാൻ കഴിയും. ദ സെർച്ച് ഫോർ മീനിങ് ആൻഡ് ഒതൻറ്റിസിറ്റി. ത്രൂ ഔട്ട് ദ ഫിലിം ഗൈഡോ ഗ്രാപ്പിൾസ് വിത്ത് ദ മീനിങ് ഓഫ് ലൈഫ്, ഹിസ് ഡിസയേഴ്സ് ആൻഡ് ദി ഇൻഒതൻറ്റിസിറ്റി ഹി ഫീൽസ് ഇൻ ഹിസ് റിലേഷൻഷിപ്സ് ആൻഡ് കരിയർ. മറ്റൊന്ന് ഇദ്ദേഹത്തിൻ്റെ സെർച്ച് ഫോർ മീനിങ് ആണ്. ജീവിതത്തിന് ഒരു അർത്ഥം ഉണ്ടായിരിക്കുക, അത് മാത്രമല്ല ജീവിതം അദ്ദേഹത്തിൻ്റെ ഒതൻറ്റിസിറ്റിയിൽ അല്ലെങ്കിൽ നിയന്ത്രണത്തിൽ ഉണ്ടായിരിക്കുക എന്നുള്ളത്. ഇദ്ദേഹത്തിന് തോന്നി ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിന് ഒരു അർത്ഥമില്ലാത്തതായിട്ടും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ കൺട്രോൾ ഇദ്ദേഹത്തിൻ്റെ കയ്യിലല്ല എന്നുള്ള രീതിയിലാണ്. ആ രീതിയിൽ മീനിങ് ഓഫ് ലൈഫ് എന്നുള്ളതും ഇതിനകത്ത് നമുക്കൊരു തീമായിട്ട് കാണാൻ കഴിയുന്നതാണ്. പിന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് സെറിയലിസമാണ്. അതായത് ഈ സിനിമയെ എങ്ങനെ ഒരു സെറിയലിസ്റ്റ് സിനിമയായിട്ട് കാണാം എന്നുള്ളത്. അതിൽ പ്രധാനമായിട്ട് വരുന്നത് ഡ്രീംസ് ആൻഡ് മെമ്മറീസ് ആസ് നെറേറ്റീവ് ഡിവൈസസ്. The film heavily utilizes dreams and flashbacks to depict Guido's inner world, blurring the lines between reality and fantasy. നമ്മൾ പറഞ്ഞു ഒരുപാട് ഡ്രീം സീക്വൻസസുകൾ അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ചൈൽഡ്ഹുഡ് മെമ്മറിയെ കുറിച്ചുള്ള ഫ്ലാഷ് ബാക്കുകൾ ഒക്കെയാണ് ഇതിനകത്ത് നരേറ്റീവ് ടെക്നിക്കായിട്ട് വരുന്നത്. ആ രീതിയിൽ റിയാലിറ്റിയും ഫാൻറ്റസിയും തമ്മിൽ ബ്ലർ ചെയ്യുന്ന ഒരു സർറിയൽ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് ഈ സിനിമ സൃഷ്ടിക്കുന്നത്. ദിസ് ടെക്നിക്ക് റിഫ്ലെക്ട്സ് എ കോർ പ്രിൻസിപ്പിൾ ഓഫ് സർറിയലിസം. നമ്മൾ നേരത്തെ പറഞ്ഞു സർറിയലിസം എന്ന് പറയുന്ന കൺസെപ്റ്റിൻ്റെ ഒരു കോർ പ്രിൻസിപ്പിളായിട്ട് നമുക്ക് ഈ നരേറ്റീവ് ടെക്നിക്ക് കാണാവുന്നതാണ്. ജക്സ്റ്റാപൊസിഷൻ ആൻഡ് ഇല്ലോജിക്കൽ ഇമേജറി. ദ ഫിലിം പ്രസൻസ് ഇല്ലോജിക്കൽ സീൻസ് ആൻഡ് കോൺട്രാസ്റ്റിംഗ് ഇമേജറി സച്ച് ആസ് സ്പേസ് ഷിപ്പ് സെറ്റ് അമിഡ്സ്റ്റ് എ സ്പാ എൻവയോൺമെന്റ്. മറ്റൊന്ന് ഇല്ലോജിക്കൽ ഇമേജറിയാണ്. പ്രത്യേകിച്ചും ഈ ഡ്രീം സീക്വൻസുകൾക്കകത്ത് ഇതുപോലെ സർറിയൽ ആയിട്ടുള്ള ഇമേജറികൾ വരുന്നുണ്ട്. കൂടാതെ ഈ ഫിലിം തന്നെ സെറ്റ് ചെയ്തിരിക്കുന്നത് ഒരു സ്പായിൽ വെച്ചിട്ടാണ്. അതായത് ഒരു സിനിമയുടെ സെറ്റിംഗ് ഇവിടെ ഒരു സ്പായുടെ അറ്റ്മോസ്ഫിയറിനകത്താണെന്നുള്ള രീതിയിലുള്ള ഒരു കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഇമേജറി നമുക്കിവിടെ കാണുന്നുണ്ട്. ആ രീതിയിലുള്ള സർറിയൽ ആയിട്ടുള്ള എലിമെന്റുകൾ നമുക്കിവിടെ കാണാവുന്നതാണ്. സിംബോളിക് ക്യാരക്ടേഴ്സ് ആൻഡ് ഒബ്ജക്ട്സ്. ദ വുമൺ ഇൻ വൈറ്റ്, എ റിക്കറിംഗ് വിഷൻ, embodies purity and potentially a creative muse. This use of symbolic characters reflects a surrealist approach. കൂടാതെ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് ഇദ്ദേഹത്തിൻ്റെ വിഷനിൽ വരുന്ന ഒരു വൈറ്റ് ഡ്രസ്സിലുള്ള ഒരു സ്ത്രീയാണ്. ഇദ്ദേഹത്തെ സംബന്ധിച്ചിട്ട് പെർഫെക്ഷൻ്റെ അല്ലെങ്കിൽ ഈ ക്രിയേറ്റിവിറ്റിയുടെ സിമ്പിളായിട്ടാണ് ഇദ്ദേഹം ഈ ഒരു സ്ത്രീയെ കാണുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഇമാജിനറി ആയിട്ടുള്ള ഒരു ക്യാരക്ടർ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഇതൊരു സർറിയൽ സിനിമയാവുന്നതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പങ്കുവഹിക്കുന്നതാണ്. കൂടാതെ നമുക്ക് ഈ സിനിമയുടെ ടൈറ്റിലാണ് വരുന്നത് 8.5 എന്ന് പറയുന്നത്. ഇദ്ദേഹം എത്ര സിനിമകളാണ് ഇതുവരെ ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് ആ ഒരു ടൈറ്റിൽ കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ തന്നെ നമുക്ക് സംശയം തോന്നും എന്തുകൊണ്ടാണ് 8 അല്ല അല്ലെങ്കിൽ 9 അല്ല 8.5 ആയിരിക്കും എന്നുള്ളത്.
അപ്പോൾ ഈ ഒരു സിനിമയ്ക്കകത്ത് അദ്ദേഹം ഒരു സിനിമയുടെ കഥ എന്നതിലും ഉപരിയായിട്ട് ഒരു സിനിമ സൃഷ്ടിക്കുന്നതിൽ അദ്ദേഹം നേരിടേണ്ടി വരുന്ന വെല്ലുവിളികൾ, പ്രയാസങ്ങളാണ് അവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം അതിനെ 9 ആയിട്ട് കണക്കാക്കാതെ 8.5 എന്നുള്ള രീതിയിൽ അതിനെ പേര് കൊടുത്തിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ സിനിമയുമായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും സംശയങ്ങളോ സജഷൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കൂടാതെ ചാനൽ നിങ്ങളൊരു സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.